റാപ്പിഡോ ചേട്ടൻ്റെ കൂടെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എന്നാലൊരു വീഡിയോ ചെയ്താൽ എന്താണെന്ന് ഓർക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനുണ്ടല്ലോ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയുന്നത് പണ്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൊന്ന് മണ്ണ് എന്നൊക്കെ. അതുപോലെ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ശരിക്കും ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പൊല്യൂഷനും ട്രാഫിക്കും തന്നെയാണ്. പകുതി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ശരി ഒരു വീഡിയോ ചെയ്താലുണ്ട്. ഞാൻ ഈ ഒരു റൂട്ടിൻ്റെ വീഡിയോ പകുതി നേരത്തെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഏകദേശം 3/4 മണിക്കൂറിൽ കൂടുതൽ ബ്ലോക്കിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പില്ലറൊക്കെ കണ്ടില്ലേ, ഇത് മെട്രോ വർക്ക് നടക്കുന്നതിൻ്റെയാണ്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ബോറടിച്ച സമയത്താണ് ശരി എന്തുകൊണ്ടൊരു വീഡിയോ ആയിക്കൂടാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഡ്രിസിലിങ് ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകാണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയ സിഗ്നലുണ്ട്, നോക്കുമ്പോൾ കാണുന്നുണ്ട് ഗ്രീൻ കളർ ലൈറ്റ് കത്തി കൊടുക്കുകയാണ്. പിന്നെ ശരിക്കും ഭയങ്കര റഷാണ് ഇപ്പോൾ ഈ ഏരിയയിൽ. വീക്കെൻഡ് കൂടെയല്ല, വീക്ക് ഡേയ്സാണ്, പക്ഷേ വൈകുന്നേരത്തെ സമയമായിട്ട് എത്രയും റഷാണെങ്കിൽ വീക്കെൻഡ് ടൈമൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരുവിധം അതൊക്കെ. പിന്നെ റാപ്പിഡോ ചേട്ടൻ കുറച്ച് ബുദ്ധിയുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കയറിയിട്ടാണ് മുന്നോട്ട് തുഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ബസ് സ്റ്റോപ്പാണ്, വലിയൊരു ക്രൗഡ് ആൾക്കാരവിടെ നിൽക്കുന്നതാണ്. എനിക്കത് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിക്കും വലിയ വണ്ടികളായിരുന്നെങ്കിൽ തെണ്ടിപ്പോയനെന്ന് പറയാം. വഴി തന്നെ കിടക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് എമർജൻസി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ബൈക്കാണ് ബുക്ക് ചെയ്യുന്നതാകുമ്പോൾ നമുക്കിങ്ങനെ വണ്ടികളുടെ ഇടയിൽ കൂടെ നുഴഞ്ഞ് പോകാൻ പറ്റും. ഞാൻ മിസ് ചെയ്തൊരു സ്ഥലമുണ്ട് ശരിക്കും അവിടുത്തെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അതായത് ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടി ബൈക്ക് പോകുന്നവർക്ക് അത്രയും സമയം എടുക്കും. അത് സിഗ്നൽ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. സിഗ്നൽ ഓപ്പൺ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല ശരിക്കും. അതായത് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ ഒരു വീഡിയോ ശരിക്കും ആദ്യമൊക്കെ ഞാൻ അതിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വാവൊളിച്ച് നിന്നിട്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ ശരിക്കും എന്താ പറയുക, ഫുട്പാത്തിൽ അധികം സ്ഥലമൊന്നുമില്ല. മാത്രമല്ല ഈ സ്ലാബ് ഭാഗ്യമൊക്കെയല്ല, അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സ്ലാബ് അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. സോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കുഴിയിൽ പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ സ്ഥിര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ അങ്ങനെ ഞാൻ അവിടുത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഈ പില്ലറൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ. ഒരുപാട് മരങ്ങളുള്ള സ്ഥലമാണ്. രണ്ട് സൈഡിൽ നോക്കുമ്പോൾ കാണാം. ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം ചെറിയ ബ്ലോസാണ് കേട്ടോ. ശരിക്കും ഒരു പൂക്കുന്ന ഒരു മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിൽ ഈ വഴി കൂടെ പോകുമ്പോൾ എന്ത് രസം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഒരുപാടുണ്ട്. ബാംഗ്ലൂർ ചെറി ബ്ലോസം സീസൺ എന്ന് കൊടുത്താൽ മതി, ഒരുപാട് വീഡിയോസ് കിട്ടും. ഭയങ്കര രസമാണ് അത് കാണാൻ. അത് ഞാൻ അവിടെ കവർ ചെയ്തിട്ട് പാടിക്കൂടെ തീർക്കും. ഈ ഒരു റോഡ് പാസ് ചെയ്ത് കിട്ടാൻ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ഇത് ഹെബ്ബാൾ സിൽക്ക് ബോർഡ് റോഡാണ്. ഹെബ്ബാൾ സിൽക്ക് ബോർഡ്, അതുപോലെ മൈൻഫീൽഡ് റോഡാണ്. ഞാൻ ഈ വഴി പോകുന്ന വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ ജീവിതം ട്രാഫിക്കിൽ തന്നെ ഒരുങ്ങി. നമുക്കത് കേൾക്കുമ്പോൾ എത്രത്തോളമൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഇവിടെ രാവിലെ ശരിക്കും ഓഫീസിൽ ഇതേ സമയത്ത് തന്നെ എത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാട്ടിലെ പോലെ ബസ് കിട്ടില്ല എന്നൊന്നും എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. ഇത് പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതായത് ഞാൻ സന്ധിക്കാണ് എടുക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല മഴക്കാറുള്ളത് കൊണ്ട് നല്ലപോലെ ഇരുട്ടിയതായിട്ട് തോന്നും. അങ്ങനെ റാപ്പിഡോ ചേട്ടൻ തന്നെ വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ റോഡ് മുഴുവൻ ബ്ലോക്കാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് മെയിൻ റോഡിന് സർവീസ് റോഡുണ്ട് സൈഡിൽ. സർവീസ് റോഡ് ഫുള്ളാണ് ശരിക്കും. ഇനി കുറേ കൂടി കഴിഞ്ഞാൽ ഞാൻ കുറേ കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലേക്ക് പാർക്കൊക്കെ കാണിച്ചിട്ടില്ല, ആ ഭാഗത്തേക്കാണ് എത്തുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ റോഡ് നല്ല ബ്ലോക്കായിരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം വണ്ടി മൂവ് ആകാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. സോ ഇവിടുന്ന് നമുക്ക് വേറെ
സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും വീട്ടിലെത്താൻ സാധ്യതയില്ല. യെസ്, അതെ, ചേട്ടൻ സർവീസ് റോഡ് എടുത്തു. അപ്പം നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. മറ്റേ വഴിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഉദ്ദേശിച്ച ബ്ലോക്ക് ഇവിടെ അല്ല, കുറച്ചുകൂടി മുന്നേ ചെന്നിട്ടാണ്. അപ്പോൾ മാപ്പ് പ്രകാരം ആ റോഡ് നല്ല ബ്ലോക്കായിരിക്കാനാണ് സാധ്യത. ഇതിപ്പോൾ ഈ വഴി ഈ റോഡ് കുറച്ച് കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറിയ വഴി വേറെ വഴിയിലേക്ക് പോകും. ശരിക്കും എനിക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ, ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകേണ്ടത്. ഇത് നമ്മളിപ്പോൾ ആ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടാകും, അതുകൊണ്ട് ഷോർട്ട് കട്ടിന് പോകാം. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിയും. ശരിക്കും ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളി. ഈ റോഡിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഡെഫിനറ്റ്ലി ഈ മെട്രോയുടെ പണി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഉറപ്പായിട്ടും. അതുപോലെ നിറച്ച് പൊടിയായിരിക്കും, ഭയങ്കര പൊടിയാണ്. ശരിക്കും നമ്മളിപ്പോൾ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് പറക്കും തളിക സിനിമയിൽ ഒരു സീൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതേ കോലമായിരിക്കും, ഭയങ്കര പൊടിയാണ്. കയ്യിലിങ്ങനെ ഫോൺ വെച്ചിരുന്നാൽ തന്നെ അറിയാൻ പറ്റും ഫോൺ നിറച്ച് പൊടിയാകുന്നത്. ഇങ്ങനെ കുണ്ടും കുഴിയിലൊക്കെ വീണിട്ട് ഈ റോഡ് അത്ര രസമില്ല കേട്ടോ. പിന്നെ വേറെ ഓപ്ഷനില്ല, എളുപ്പത്തിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവിടുന്ന് വീണ്ടും തിരിഞ്ഞ് വരണം. കുറച്ച് ഏകദേശം കുറച്ച് മുന്നേ കൂടെ ഉള്ളൂ നല്ല വഴി. പിന്നെ അല്ലാതെ ഇത്ര രസമൊന്നുമില്ല. എനിക്ക് വേഗം വീട്ടിലെത്തുക വേണം. മാപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രാഫിക്കിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. മറ്റൊരു വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.